വർക്കിച്ചായോ? വർക്കിച്ചായനെന്താ ഈ രാവിലെ? നീ എവിടെ പോയി കിടക്കായിരുന്നടാ? ഞാൻ കിടക്കല്ലായിരുന്നു, കുളിക്കായിരുന്നു. അമ്പലത്തിലും പോയി. അപ്പുകുട്ടാ, എന്താ? നീ ഇഞ്ഞി വന്നേ. എന്തിനാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന്. എന്താ? നീ വന്നേടാ. എടാ, പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കാലത്ത് തന്നെ പട്ടയാ? ആ പട്ടയല്ല, വണ്ടിപ്പട്ട. നീ ഇത് നോക്കിക്കേ, നല്ല ബ്ലേഡ് പോലായിരിക്കുന്നേ. നേരാ, നല്ല മിനുസം. തേഞ്ഞു പോയതാ. എന്റെ പൊന്നെ മോനെ, 4 ദിവസം പറക്കോട്ടാന്തേക്ക് ബുക്കിംഗ് ഉള്ളതാ. നീ എന്നെ കുഴപ്പിക്കല്ലേ, ഒന്ന് നന്നാക്കിത്താ. എന്റെ പൊന്ന് വർക്കിച്ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഈ അടുത്ത കാലത്തൊന്നും എന്റെ അടുത്ത് വരണ്ട. ഞാൻ വളരെ ബിസി ആവാൻ പോവാ. ബിസിയോ? എന്ന് വെച്ചാ വേറെ കൊല്ലനെ നോക്കിക്കോളൂ എന്ന് പറയാനും എനിക്ക് മടിയില്ല. അങ്ങനെ പെട്ടെന്നൊരു കൊല്ലനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എനിക്ക്? സൃഷ്ടിക്കണം. കാരണം എനിക്ക് തീരെ സമയമില്ല. ക്ഷമിക്കണം കേട്ടോ. നിന്നെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയല്ല. ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ചില വഴിത്തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വശപ്പശക പറ്റിയാൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ വരും. പക്ഷെ ഒരു വശപ്പശകും പറ്റാതെ എന്നെ നോക്കിക്കോളാമെന്ന് ദേവി ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. വർക്കിച്ചേട്ടാ, ഐ എം സോറി. ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശാനെ, ആശാനെ, ഇവിടെ ആരുമില്ലേ? ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശാനെ. ആരാ നീ? പൊട്ടനാന്നോടാ? ആകെയാണോ നിനക്ക്? പുല്ലങ്ങാട് ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമോനല്ലേടാ നീ? വേലാകുഞ്ഞെ. നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ. നീ അങ്ങ് വളർന്നുപോയി. അതാ. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവാ. അപ്പുവാ? വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ അല്ല ആശാനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ അല്ല ആശാനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്കെ? എനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല. ഇന്നിവിടെ രാഹുകാലമാ. നാളെ അല്ല ആശാനെ, രാഹുകാലം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞു മതി. കൊച്ചുകുളപ്പ അങ്ങനെ കയറി വന്നോളൂ. ഇതാണോ തന്റെ വീട്? അതെ. സ്വന്തം? സ്വന്തം പോലെ. അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചാണ്ടിക്കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാന് കൊടുക്ക്. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിക്കുന്ന ആശാനെ. ഒരു തക്കും പൊക്കും ഇല്ലാത്ത ചെറുക്കനാ. ആശാനി തൊഴില് മുൻപരിചയം ഉണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ IG വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ചാണ്ടിക്കുഞ്ഞിന് തൊഴിലറിയാവോന്ന്. ദക്ഷിണ. എന്താ? കാലേ തൊട്ട് തൊഴാൻ. കാലേ തൊട്ട് തൊഴാൻ. എടാ ചാണ്ടി, എന്ന് മുതലാണാ നീ ഡ്രൈവിംഗ് ആശാനായത്? കുറച്ചുകാലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ? അതെ. നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാർ മോഷണമൊക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ ചൊവ്വേ നടന്നാ നിനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണോ അലവലാതരം കാണിച്ചാലുണ്ടല്ലോ, ഇല്ലേ എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്.
അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങേര് പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്, അവൻ മഹാ കള്ളനാ, കള്ള റാസ്കൽ. കാറ് മോട്ടിച്ച് പാർസലാക്കി ആക്രി കട വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്ക് ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷ ആളെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. ആ കയറി കയറി എടുത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ട് വലത്തോട് ഓടിക്കാൻ വലത്തോട് ഓടിക്കാൻ പറഞ്ഞ അതേ പോട്ടെ. ഇട്ട് തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചതല്ല, അതങ്ങോട്ട് പോയതാ. എത്തോട്ടെ ആ നേരെ ഷടി ഷടി. ആ ആക്സിഡന്റ് കൊടുത്തേ, വരയ്ക്കാൻ കൊടുത്തേ. നിന്റെ കയ്യെന്താണോ വരയ്ക്കുന്നേ? ചെറുപ്പത്തിൽ പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പനക്കലെ തിരുവേനിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റിലാ ചവിട്ടിയിരിക്കുന്നത്. ആക്സിഡന്റ് പറ്റിയോ? നല്ല ഗുരുത്തം പിടിച്ചെഴുന്നേപ്പിക്കണ എന്നെ.